പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് 2024 അധ്യയന വർഷം വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ 2024 ജനുവരി 27 ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, കുസാറ്റ് ക്യാറ്റ് എക്സാം രജിസ്ട്രേഷനും ആരംഭിക്കുന്നു. ബിടെക് ഉൾപ്പെടെ ബിടെക്കിന്റെ വിവിധ ബ്രാഞ്ചുകൾ ഉൾപ്പെടെ MSc, BCom LLB, BBA LLB, BSc LLB, 3 ഇയർ LLB, LLM, BVoc, MSc, MA, MCA, MBA കൂടാതെ MFSc, MBOc, MVoc, MTech, PhD, PDF എന്നിങ്ങനെ വിവിധങ്ങളായ കോഴ്സുകളിലേക്ക് നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. PG, UG ക്യാറ്റ് എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു. അവസാന തീയതി ഫെബ്രുവരി 26 എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. MTech കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. മെയ് 31 വരെ MTech കോഴ്സിന് ആപ്ലിക്കേഷൻ നൽകാൻ അവസരമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. MBA വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, CMAT അല്ലെങ്കിൽ KMAT അല്ലെങ്കിൽ IIM ക്യാറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുകയാണ്. ക്യാറ്റ് എക്സാം നടക്കുക. ക്യാറ്റ് 2024 പരീക്ഷ മെയ് 10, 11, 12 തീയതികളിലാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഒട്ടേറെ കോഴ്സുകൾ നമുക്കറിയാം കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടേറെ നമുക്ക് വലിയ അവസരങ്ങൾ കാത്തിരിക്കുന്ന കോഴ്സുകളാണ് കുസാറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. വ്യക്തമായ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിലുണ്ട്. കൃത്യമായി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻ നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ പ്രോഗ്രാമുകൾ മുൻവർഷങ്ങളില്ലാതെ പുതിയ 5 പ്രോഗ്രാമുകൾ കൂടി ഇവിടെ ഉണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, വിവിധ ഘട്ടങ്ങളായാണ് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഘട്ടം 1 രജിസ്ട്രേഷനാണ്. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഘട്ടം 2 വ്യക്തി വിവരങ്ങളും സംവരണ വിവരങ്ങളും രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഫോട്ടോയും കയ്യൊപ്പും അപ്ലോഡ് ചെയ്യുക. സോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ഫോട്ടോയും കയ്യൊപ്പും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. മുഖം വ്യക്തമായി കാണുന്ന രീതിയിലുള്ള സമീപകാലത്തെ, അതായത് 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്കുണ്ടാവണം. പോർട്രേറ്റ് ഓറിയന്റേഷൻ ആണ് വേണ്ടത്. ഫോട്ടോയ്ക്ക് അനുവദിക്കുന്ന പരമാവധി ഫയൽ സൈസ് 500 GB ആയിരിക്കും. ഫോട്ടോയുടെ അളവുകൾ 150 പിക്സൽ ബൈ 180 പിക്സൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഒപ്പിൻ്റെയും സൈസും ഓറിയന്റേഷനും ഒക്കെ പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പ്രോസ്പെക്ടസിലുണ്ട്. 4ാം ഘട്ടത്തിൽ നമുക്ക് കോഴ്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഉണ്ടാവുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 5ാം ഘട്ടത്തിൽ ഒരു ഷോർട്ട് പ്രിവ്യൂ ഉണ്ടാവും. കോഴ്സിന്റെ വിവരങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഷോർട്ട് പ്രിവ്യൂ ലഭ്യമാകുന്നതാണ്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തി അത് സേവ് ചെയ്യേണ്ടതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 6ാമത്തെ ഘട്ടത്തിൽ നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. പ്രിവ്യൂ കൺഫേം ചെയ്തതിനു ശേഷം ഓൺലൈനായി അപേക്ഷാ ഫീസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം വഴിയും ഫീസ് അടയ്ക്കാൻ സാധിക്കും. 7ാം ഘട്ടത്തിൽ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്ക് നമുക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുവാനും സാധിക്കും. കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമുക്ക് ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുന്നു. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.